ദില്ലി മദ്യനയ കേസിൽ അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കി 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് ഇഡി കോടതിയിൽ. സംഭവത്തിൽ ദില്ലിയിൽ വൻ പ്രതിഷേധം. ദില്ലി മന്ത്രി അതിഷിയും അറസ്റ്റിൽ. അതിഷിയെ വലിച്ചിഴച്ചാണ് പോലീസ് കൊണ്ടുപോയത്. ഇതിനിടെ അറസ്റ്റിനെതിരെ കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചു. അതേസമയം ദില്ലി മദ്യനയ കേസിൽ കെ കവിതയ്ക്ക് ജാമ്യമില്ല. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഇപ്പോൾ ഇഡി സമർപ്പിച്ച ഹർജിയാണ് ഇപ്പോൾ കോടതിയിൽ ഇപ്പോൾ വാദം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെ? ആവണി, തീർച്ചയായിട്ടും ഇന്നലെ നാടകീയ നീക്കങ്ങളിലൂടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടുകൂടി ദില്ലി റോസബരി കോടതിയിൽ ഹാജരാക്കിയത്. എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെടുന്നത് 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ട് നൽകണം എന്നതാണ്. കാരണം അരവിന്ദ് കെജ്രിവാളാണ് ഈ ദില്ലി മദ്യനയ അഴിമതിയിലെ ഏറ്റവും മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണ് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഈ ഒരു വിഷയത്തിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. വലിയ തോതിലുള്ള പണം കൈമാറ്റം നടന്നിട്ടുണ്ട്. 300 കോടി അരവിന്ദ് കെജ്രിവാൾ അടക്കം കൈപ്പറ്റിയിട്ടുണ്ട് എന്നതാണ് എൻഫോഴ്സ്മെന്റ് കോടതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഈ ദില്ലി മദ്യനയ അഴിമതിയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് വിജയ് നായരാണ്. വിജയ് നായർക്ക് കെജ്രിവാളിന്റെ വസതിക്ക് തൊട്ടപ്പുറത്ത് വീട് നൽകിയത് പോലും സംശയാസ്പദമാണ്. അത്തരത്തിൽ വിജയ് നായരും കെജ്രിവാളും തമ്മിൽ വലിയ തോതിൽ ആശയവിനിമയം നടക്കുന്നുണ്ട്. വലിയ ബന്ധം ആണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളത്. അപ്പോൾ ആ കെജ്രിവാളിന് വേണ്ടി ഇടനിലക്കാരനായിട്ട് നിന്നത് വിജയ് നായരാണെന്നും സൗത്ത് ഗ്രൂപ്പിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി കെജ്രിവാൾ വലിയ തോതിൽ കൈക്കൂലി വാങ്ങി എന്നതുമാണ് എൻഫോഴ്സ്മെന്റ് കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ അപ്രൂവറായി മാറിയ അല്ലെങ്കിൽ മാപ്പ് സാക്ഷിയായ ശരത് റെഡ്ഡിയുടെ മൊഴിയും കോടതിയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് വായിച്ചു കേൾപ്പിച്ചിരുന്നു. ഈ ശരത് റെഡ്ഡിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് ബോർഡുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് അന്വേഷണം വന്നൊരു സാഹചര്യത്തിൽ ഏകദേശം 5 കോടി രൂപ ശരത് റെഡ്ഡിയുടെ കമ്പനി അരബിന്ദോ ഫാർമസി BJPക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടക്കം കണക്കുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മൊഴി കൂടി ഇന്ന് കോടതിയിൽ വായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കെജ്രിവാളിനെതിരെ വലിയ തലത്തിലുള്ള ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് കോടതിയിൽ ഉന്നയിക്കുന്നത്. ഇതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കെജ്രിവാളിന്റെ കസ്റ്റഡിയിൽ വിട്ട് നൽകണം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ മൊഴികൾ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഈ കേസ് തുടങ്ങിയത് മുതൽ തന്നെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണമടക്കം പുരോഗമിക്കുന്നത്. ഇപ്പോഴും പല ആളുകളുടെയും മൊഴികൾ മാത്രമാണ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഉന്നയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുമുള്ള തെളിവും ഹാജരാക്കാൻ എൻഫോഴ്സ്മെന്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ കാര്യമടക്കം കോടതിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻഫോഴ്സ്മെന്റ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് മറ്റ് ചില തെളിവുകളുണ്ട്, CDR ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് പറയുമ്പോൾ പോലും എന്താണ് തെളിവ് എന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല എന്നതാണ് വസ്തുത. അതോടൊപ്പം ഈ ഒരു മനു അഭിഷേക് സിംഗ്വിയാണ് കെജ്രിവാളിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്. മനു അഭിഷേക് സിംഗ്വി റിമാൻഡ് അപേക്ഷയെ ശക്തമായി എതിർത്തുകൊണ്ടുള്ള വാദമുഖങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഒരു എവിഡൻസും അല്ലെങ്കിൽ കെജ്രിവാളിനെതിരെ ഒരു തരത്തിലുമുള്ള ഡയറക്റ്റ് എവിഡൻസ് ഇതുവരെ കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ ശേഖരിച്ചിട്ടുള്ള മൊഴികളിൽ 80% മൊഴികളിൽ പോലും അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പരാമർശിക്കുന്നത് പോലുമില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ അറസ്റ്റ് എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അറസ്റ്റ് മാത്രമാണ് എന്നതാണ് അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ പറയുന്നത്. കാരണം ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടത് BJPയുടെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്യുക എന്നത് BJPയുടെ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു നീക്കം തന്നെയാണ്, രാഷ്ട്രീയ നീക്കം തന്നെയാണ് നടത്തുന്നത് എന്നതാണ് കെജ്രിവാളിന് വേണ്ടി അഭിഭാഷകർ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ മനു അഭിഷേക് സിംഗ്വി മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തത്, ഈ വിചാരണ കോടതികൾ, അതായത് റിമാൻഡ് ചെയ്യാൻ അധികാരമുള്ള വിചാരണ കോടതികൾ റബ്ബർ സ്റ്റാമ്പുകളല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ റബ്ബർ സ്റ്റാമ്പുകളല്ല എന്നൊരു കാര്യം മറക്കരുത് എന്നതുകൂടി മനു അഭിഷേക് സിംഗ്വി എന്തായാലും റോസബരി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തുടങ്ങിയ വാദമാണ്. അതിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ പിന്നിടുമ്പോഴും കെജ്രിവാളിന്റെ കസ്റ്റഡി അപേക്ഷയിൽ ഇപ്പോഴും വാദം തുടരുകയാണ്. ആവണി.